സർ, MABB പലപ്പോഴും എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കും, ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, പുള്ളി പറയുന്ന പല കാര്യങ്ങളും നമുക്കങ്ങ് ചിരി വരികയാണ് ചെയ്തത്. ഇപ്പം പുതിയൊരു കാര്യം ഞാൻ പറയാം. ഇസ്രായേലിനെതിരെ ഒരു ഡിജിറ്റൽ പ്രക്ഷോഭത്തിനാണ് MABB ആഹ്വാനം ചെയ്തത്. അപ്പോൾ MABB ആണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അനുസരിക്കണം. സംഗതി ഇങ്ങനെയാണ്: അരമണിക്കൂർ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. പോസ്റ്റ്, ലൈക്ക്, കമൻറ്റ് എന്നിവ പാടില്ല അരമണിക്കൂറത്തേക്ക്. അല്ല, നിങ്ങളെന്താ ഈ MABB ഇട്ട് കൊട്ടുന്നത്? വഴിയെ പോകുന്നവർക്കല്ല, വഴിയെ പോകുന്നവർക്കെല്ലാം ഇട്ട് കൊട്ടാനുള്ള ചെണ്ടയാണോ MABB? ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഒരു വലിയ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, അതറിയാമോ? ആ പുങ്കവനെ അങ്ങനൊന്നും പറയാനായിട്ട് ആരും അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. ഇത് കളിക്കുന്ന കളി അത്രയും CPM-നോടോ? നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ AKG സെൻറ്റർ, MABB ആർക്കും എടുത്തിട്ട് കൊട്ടാമെന്നാണല്ലേ? MABB ഒന്നും അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാം മുണ്ടനാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് ഉണ്ടശ്ശേരിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2006 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു MABB. അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ടാം മുണ്ടനായിട്ട് സ്വയം പ്രഖ്യാപിച്ച് ഞെളിഞ്ഞു നടക്കുകയാണ്, സഞ്ചിയൊക്കെ തൂക്കി. അല്ല, ഇത് അദ്ദേഹം പറഞ്ഞത് CPM-ലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ അരമണിക്കൂറത്തേക്ക് കേരളം രക്ഷപ്പെട്ടേനെ എന്ന് ഞാൻ പറയും. അരമണിക്കൂറത്തേക്കെങ്കിലും കേരളം രക്ഷപ്പെട്ടേനെ. ഇവരുടെ പാർട്ടിയിലെ LDF സർക്കാരിലെ എല്ലാ നേതാക്കന്മാരും ഇതനുസരിച്ചിരുന്നെങ്കിൽ അരമണിക്കൂറത്തേക്ക് കേരളം രക്ഷപ്പെട്ടേനെ. ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഒരുപാട് പേരെ വഴിതെറ്റിച്ച ഒരാളാണ് സഖാവ് MABB എന്ന് പറയുന്ന ഈ പുങ്കവൻ. നമ്മുടെ കുട്ടികൾ മുഴുവൻ 10ാം ക്ലാസ്സിലെ SLC പരീക്ഷയ്ക്ക് എന്തെഴുതിയാലും മാർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞറിയാമോ? അതുകൊണ്ട് എന്താ, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എഴുതുക, അക്ഷരങ്ങളൊന്നും പോലും നിശ്ചയമില്ല. ശകുന്തള എന്ന് എഴുതേണ്ടതിന് ഷളാന്ന് എഴുതിയാലും മതി, കുന്ത അങ്ങ് പോയി. കുട്ടി വിചാരിച്ചിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ചു ശകുന്തള എന്നാണ് എന്ന് പറഞ്ഞ് മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അന്ന് സകല SLCയുടെ വാല്യുവേഷൻ കേന്ദ്രങ്ങളിലും ചെന്ന വിവരമാണിത്. അങ്ങനെ കുട്ടികളെ മുഴുവൻ വഴിതെറ്റിച്ച് വിട്ടു എന്നുള്ളതാണ്. എന്നിട്ട് എന്തിനാ കോവിഡിനെ പോലും തുരത്തി ഓടിച്ചില്ലേ ആ മഹാൻ? കോവിഡ് വന്ന സമയത്ത് കോവിഡിനെ പറ്റി ഒരു വലിയ സൈദ്ധാന്തിക പ്രഭാഷണമൊക്കെ നടത്തിയത് അല്ലേ? ഇത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താണ് അല്ലേ? മറ്റേ നമ്മുടെ ഏതോ ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പു പറയത്തില്ലേ, താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ തന്നോട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ കോവിഡ് സ്ഥലം വിട്ടു. കോവിഡ് സ്ഥലം വിട്ടുകൊണ്ടാണ് കേരളം നമ്പർ 1 മാറിയത്. ലോകം മുഴുവൻ കോവിഡിൻ്റെ പിടിയിൽ നിന്നപ്പോൾ MABBയും ടീച്ചറമ്മയും കൂടെ രക്ഷപ്പെടുത്തി. ഇപ്പം കൊച്ചമ്മ അതിനെല്ലാം നന്നായിട്ട് പാലിക്കുന്നുമുണ്ട്. വീണ കൊച്ചമ്മ. അല്ല, കോട്ടയം മെഡിക്കൽ കോളേജിനുണ്ടായ ദുരന്താവസ്ഥ, ഡോക്ടർ ഹാരിസ്, ഇതൊന്നും MABBക്ക് പറയാനില്ല. കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആ ബിന്ദു എന്ന് പറയുന്ന ജീവൻ വെടിഞ്ഞുപോയ അല്ലെങ്കിൽ കൊന്നു എന്ന് തന്നെ പറയാം, കേരളം കൊന്നു എന്ന് തന്നെ പറയാം, കേരളത്തിലെ സർക്കാർ കൊന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ വീട്ടിലേക്കൊന്ന് പോകാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറയുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ പറയുവാനോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി നല്ലതോ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നോ അല്ലാതെ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. പലസ്തീൻ അവർക്ക് വേണ്ടി അയക്കരുത്. രഞ്ജിനി, പുള്ളിക്കാരനെ അങ്ങോട്ടങ്ങ് കയറ്റി വിടാനാണ്. അല്ല രഞ്ജിനി, ഇത് MABB ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനിരിക്കുന്ന ആളല്ല. നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചത്? ഇത് പക്ഷെ കേരളത്തിലേ വരുന്നുള്ളൂ സാർ ഈ വാർത്ത. അഖിലേന്ത്യ തരത്തിലെങ്കിലും ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ പോസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് മറ്റേ ANA പോലുള്ള ചാനലുകളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ നമുക്കിത് കുഴപ്പമില്ല. ഇത് കേരളത്തിലല്ലേ ഇതെല്ലാം കൂടെ വന്ന് വിടുന്നത്. ഇപ്പൊ ഇദ്ദേഹം പണ്ട് EMS പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി. അന്ന് EMS അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ കേരളത്തിലുള്ളവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. കാരണം CPM-ന്റെ അമരക്കാരനായി EMS മാറുന്നല്ലോ എന്നോർത്ത് വലിയ സന്തോഷം. പിന്നെ ഒരു വിഷമവും കൂടെ ഉണ്ടായിരുന്നു, അയ്യോ EMS-നെ കേരളത്തിൽ കിട്ടത്തില്ലല്ലോ എന്ന്. കാരണം ഇന്ത്യയിൽ മുഴുവൻ കാര്യങ്ങൾ നോക്കണ്ടേ. അന്നെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ശക്തമാണ്. പിന്നെ UPA സർക്കാരിൻ്റെ കാലത്ത് പോലും 43 MP-മാരുണ്ടായിരുന്ന ആ കാലത്ത് വളരെ
ശക്തിയായിട്ട് നിന്നിട്ടുള്ളതാണ്, ഒരു തിരുത്തൽ ശക്തിയാണ്. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാകാൻ വിളിച്ചാലേ ചരിത്രപരമായ മണ്ടത്തരം കാണിച്ച ഒരു പാർട്ടിയാണ് ഇവർ CPM എന്ന് പറയുന്നത്. ഇപ്പം എന്താ, ഒരു പണിയും കൂലിയും ഇല്ലാതെ MA ബേബി ഇവിടെ സഞ്ചിയും തൂക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. പണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കുറേ സാംസ്കാരിക നായ്ക്കളെ ഇങ്ങനെ തീറ്റിപ്പോറ്റും, അതുമാതിരി ഇങ്ങനെ നടക്കുകയാണ്. കുറേ സാംസ്കാരിക നായ്ക്കളും ഉണ്ട് കേട്ടോ MA ബേബിയുടെ കൂടെ. കാരണം അവിടെ ഇപ്പോൾ ഡൽഹിയിലൊന്നും പോക്കില്ല. 1.43% വോട്ടെങ്ങാണ്ടോ നേടിയിട്ടുള്ളൂ. ഈ അവിടെ പോയി അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ AKI സെൻറ്ററിന് ആര് കറണ്ട് ചാർജ് കൊടുക്കും? അതുകൊണ്ട് അത് പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് കേരളത്തിലിരുന്നുകൊണ്ട് ഇസ്രായേലിനെ പേടിപ്പിക്കുക. മുമ്പ് ട്രംപിനെ പേടിപ്പിച്ചു കേട്ടോ, ട്രംപ് ആകെ ഞെട്ടിപ്പോയി. പിന്നെ മോദിയെ പേടിപ്പിക്കുക. വേറൊരാളും കൂടിയുണ്ട് ഇതുപോലെ MP ആയപ്പോൾ, രാജ്യസഭ MP ആയപ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ AA റഹീം, നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോട്ട് ഓൺലി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഡൽഹിയിലേക്ക് ചെല്ലുകയാണ്, ഇനി എൻ്റെ യുദ്ധം മുഴുവൻ ഡൽഹിയിലാണ്, മോദിക്കെതിരെയാണ് ഞാൻ ഇനിയും യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഞാൻ അപ്പോഴാലോചിച്ചു, അല്പം ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് പറയുന്ന ഇവരെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ്. വരുന്നുണ്ട് ചാവേർ 2026 കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ മത്സരിക്കാനായിട്ട്. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ തോക്കും, ഉറപ്പാണ്. അങ്ങനെ കുറേ ചാവേറുകളുണ്ട് CPM-നകത്ത്. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ബളബളാ ഇരുന്ന് പറഞ്ഞിട്ട് ഇവരുടെ മറ്റുള്ളവരുടെയൊക്കെ ഏറും വാങ്ങിച്ച്, അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയൊക്കെ ഏറും വാങ്ങിച്ച് പതുങ്ങി തലയെ മുണ്ടിട്ട് ഇറങ്ങി പോകുന്ന കാണാം. വളവള അടിക്കുന്നതിനൊന്നും എന്തോരു തൊലിക്കട്ടിയാണെന്നുള്ളതാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് അതിൻ്റെ വേറൊരു വകഭേദമാണിത്. ഈ MA ബേബി എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഒരു വണ്ടിക്ക് അടിക്കാവുന്നതാണ്. ഇത് പറയാൻ ലജ്ജയില്ല. മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. പണ്ടൊരു സൂക്കേടുണ്ടായിരുന്നു കുമാർക്കെല്ലാം കേട്ടോ. ഇവർക്കും ഈ സാംസ്കാരിക നായകരായിട്ടുള്ള ഈ സ്ത്രീകളും ഒക്കെ ഇറങ്ങും വൈകുന്നേരം. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ മെഴുകുതിരി കൊളുത്തലുണ്ട്. പക്ഷെ ഞാൻ അതിൽ സന്തോഷിച്ചു കേട്ടോ, മെഴുകുതിരി കൊളുത്തലില്ല. കാരണം ആ മെഴുകുതിരി ഇൻഡസ്ട്രി രക്ഷപ്പെടും. എന്നും എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ വന്ന് മെഴുകുതിരി കൊളുത്തിട്ട് ഒരു 10-500 മെഴുകുതിരി കൊളുത്തുമ്പോഴേ ആ ഒരു ഇൻഡസ്ട്രി അങ്ങ് രക്ഷപ്പെടും. സാധാരണ പള്ളി ഉള്ളിടത്തല്ലേ മെഴുകുതിരി കച്ചവടം നടക്കത്തുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അടുക്കൽ ഒരു മെഴുകുതിരി കട തുടങ്ങിയാൽ നല്ല സെയിലായിരിക്കും. അപ്പോൾ ഏതായാലും ആ ഇൻഡസ്ട്രിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഇവർക്കൊക്കെ കഴിയും. പണ്ട് ഈ MA ബേബിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഇവിടുത്തെ സാംസ്കാരിക ജീവികളെ മുഴുവൻ ഇങ്ങനെ വഴിതെറ്റിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ 2014 കൊണ്ടുപോയി കൊല്ലത്ത് കൊണ്ടുപോയി പിണറായി വിജയൻ കൊണ്ട് നിർത്തി കേട്ടോ. അതേതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. NK പ്രേമേന്ദ്രനോട് യുദ്ധം ചെയ്യാനായിട്ട് അവിടെ പോയിട്ട് പിണറായി വിജയനും അത് കണക്ക് വെച്ച് കൊടുത്തു. പരനാറി എന്ന് NK പ്രേമേന്ദ്രനെ വിളിച്ചു. പ്രേമേന്ദ്രൻ ഭൂരിപക്ഷം തോടുകൂടി വിജയിക്കുകയും ചെയ്തു. ഇനി അവിടെ വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഈ സഹാക്കന്മാരെല്ലാം താഴോട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം. എന്തായാലും സാർ ഇന്ന് വൈകുന്നേരം അരമണിക്കൂറത്തേക്ക് മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മുടെ MA ബേബി പറഞ്ഞല്ലേ, നമുക്കൊന്ന് അനുസരിച്ചാലോ. അപ്പൊ ഇനി സഹാക്കന്മാരെ ഒന്നും ഇന്ന് രാത്രി കിട്ടത്തില്ല അരമണിക്കൂർ. അതാ പറഞ്ഞ കേരളം രക്ഷപ്പെടുന്നു അരമണിക്കൂറത്തേക്ക്. അപ്പൊ നെതന്യാഹു ഇതൊക്കെ അറിയുന്നുണ്ടോ എന്താണോ? അല്ല, ഇത്രയും തെമ്മാടി രാഷ്ട്രം ഇപ്പോഴും ഇസ്രായേലിനെതിരെ കടുകട്ടി യുദ്ധം നയിക്കുന്ന അല്ലെങ്കിൽ ഇത്ര പോര് വഹിക്കുന്ന നമ്മുടെ CPM നേതാക്കന്മാരുടെ മെയിൻ നേതാവാണ് ഈ തെമ്മാടി രാഷ്ട്രത്തിന്റെ തെമ്മാടി സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചികിത്സയ്ക്കായിട്ട് പോയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.